കഴുത്തില് മൂർച്ചയുള്ള എന്തോ വെച്ച് ഒറ്റക്കട്ട്. അതിലയാള് മരിച്ചു. മരണസമയം രാത്രി 10-10:30 കൂടുതൽ വിവരങ്ങള് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ മെയിൽ അയക്കാം. ശരി ഡോക്ടർ. ഭയങ്കര പഠിപ്പിലാണെന്ന് തോന്നുന്നു. ആ പ്രീതി എന്താ ഈ വഴിക്കൊക്കെ? ഇതിലൂടെ പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. പ്രീതി ഇരിക്കെ, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. മഹിമേ, അതൊന്നും വേണ്ട. ആ, കഴിഞ്ഞ ദിവസം അച്ഛനും മഹിമയുമായി വഴക്കുണ്ടായല്ലേ? മഹിമ എന്താ ഒന്നും പറയാത്ത? അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതല്ല പ്രീതി. അയാള് വെറുതെ റോഡിലൂടെ പോകുന്ന എന്നെ തടഞ്ഞു നിർത്തി വഴക്കുണ്ടാക്കിയതാ. കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു. ചേച്ചിയെ കുറിച്ച് വൃത്തിയോട് പറയാൻ തുടങ്ങിയപ്പോഴാ ഞാൻ പ്രതികരിച്ചത്. ഐ എം സോറി. എന്തിന്? തെറ്റച്ഛന്റെ ഭാഗത്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മഹിമയുടെ അടുത്ത് മാത്രമല്ല, ഗിരിയേട്ടന്റെ അടുത്തും പല നാട്ടുകാരോടും അച്ഛൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെയും ഗിരിയേട്ടനെയും ചേർത്ത് നാട്ടുകാർ പല കഥകളും പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അത് കേട്ട് വിഷമം സഹിക്കാൻ വയ്യാതെയാ അച്ഛൻ പലയിടത്തും പ്രതികരിക്കുന്നത്. മഹിമയൊന്നും മനസ്സിൽ വെക്കരുത്. ഏയ്, അതൊന്നും സാരമില്ല. ഇവിടെ നിന്ന് അച്ഛൻ കൂടുതൽ പ്രശ്നങ്ങളെ ചാടുന്ന എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഞാൻ അച്ഛനെ മംഗലാപുരത്തേക്ക് പറഞ്ഞു വിട്ടു. അതേതായാലും നന്നായി. കുറച്ചാള് മാറി നിന്നാ മനസ്സൊന്ന് ശാന്താവും.